സോ അപ്പോൾ എല്ലാവർക്കും ലേറ്റസ്റ്റ് ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ തിയറി പാർട്ടുകളൊക്കെ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ അതൊന്ന് കാണാം. ഓക്കെ, സോ ഇതൊരു ക്വസ്റ്റ്യനാട്ടോ. ഞാൻ ആർട്ട് വർക്കിൽ കുറച്ച് മോശമാണ്, അതുകൊണ്ട് വര കാണാൻ വലിയ ലുക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടതിന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു 6 കേസ് കിട്ടി. ഇതിലിപ്പോൾ ഒന്നാമത്തെ കേസിൽ എന്താണ്, ഈ വ്യക്തി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന പീരീഡുകളാണ് ഇതൊക്കെ. ഇതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ കേട്ടോ, 2019-20. നമ്മുടെ അസസ്മെൻറ്റ് ഇയർ ഇപ്പോൾ 2020-21. സോ എല്ലാ കണക്കും നമ്മൾ പ്രീവിയസ് ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നത്. അതുകൊണ്ട് ഇത് ജസ്റ്റ് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇതാണ് പ്രീവിയസ് ഇയർ. ഞാൻ ഇവിടെ ഒരു മാർക്ക് ചെയ്യുന്നു കേട്ടോ, പ്രീവിയസ് ഇയർ. ഓക്കെ ഓക്കെ ഇനി ഒന്നാമത്തെ കേസ്, ഇയാൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ട്. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള വർഷങ്ങളിൽ ആയിട്ട് ഇയാൾ ഇന്ത്യയിലുള്ള ദിവസങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അപ്പോൾ നമ്മളെ കണ്ടീഷൻ നമുക്ക് അപ്ലൈ ചെയ്യണം. ഇയാളുടെ സ്റ്റാറ്റസ് എന്താ? അപ്പോൾ നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ട ഇവിടെ വാട്ട് ഈസ് ഹിസ് സ്റ്റാറ്റസ്. സ്റ്റാറ്റസ് എന്താണ്? ഓക്കെ, ഇയാൾ റെസിഡൻ്റ് ആണോ, ഓർഡിനറി റെസിഡൻ്റ് ആണോ, നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണോ, അതോ നോൺ റെസിഡൻ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ കണ്ടീഷൻസൊക്കെ ഓർമ്മ ഉണ്ടോ? ജസ്റ്റ് പെട്ടെന്ന് ഒന്നുകൂടി ഒന്ന് പറയാം. ഓർഡിനറി റെസിഡൻ്റ് എന്ന് പറഞ്ഞ ആളാണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ പ്ലസ് 2 അഡീഷണൽ കണ്ടീഷൻ. നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണെങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ മാത്രമാണ്. നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നോ ബേസിക് കണ്ടീഷൻ. ഇത് നമ്മളെ റൂള്. 2 ബേസിക് കണ്ടീഷൻ ഉണ്ട്. ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് അയാളെന്താണ്, പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയാണ്. ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 182 days ഡ്യൂറിങ് ദി പ്രീവിയസ് ഇയർ. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 360 ഇന്ത്യയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഇത് കിട്ടണം. ഓക്കെ, അഡീഷണൽ കണ്ടീഷൻ നമ്മൾ രണ്ടെണ്ണം ഉള്ളത്. ഒന്ന് പറഞ്ഞത് 10 വർഷത്തിൽ 2 വർഷം റെസിഡൻ്റ് ആകുക. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആകുക. രണ്ടാമത്തത് 730/7 അല്ലേ, പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 7 വർഷങ്ങളിൽ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, കഴിഞ്ഞ ഒരു ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ എക്സംഷനും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇനി നമുക്ക് നോക്കാം. ഇയാൾ പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഉണ്ട്. അപ്പോൾ എന്തായാലും അയാൾ എന്തായി, റെസിഡൻ്റ് ആയി എന്ന് ഉറപ്പാണ്. ഓക്കെ, ഇനി ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഒരു വ്യക്തിൻ്റെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് റെസിഡൻ്റ് ആവാം, നോൺ റെസിഡൻ്റ് ആവാം. റെസിഡൻറ്റ്, ഓർഡിനറി റെസിഡൻറ്റ്, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ 182 ദിവസം കിട്ടിയാൽ ഉറപ്പായിട്ട് അയാൾ എന്തായിരിക്കും, റെസിഡൻ്റ് ആയിട്ടുണ്ടാവും. പിന്നെ 2 അഡീഷണൽ കണ്ടീഷൻ കൂടി കിട്ടുമ്പോഴാണ് അയാൾ എന്താ ചെയ്യുക, ഓർഡിനറി ആവുക. അത് കിട്ടിയില്ലെങ്കിൽ നോട്ട് ഓർഡിനറി ആയി മാറിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇയാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണെന്നോ. ഇവിടെ നോൺ റെസിഡൻ്റ് അല്ലെന്ന് ഉറപ്പായി, കാരണം 182 ദിവസം ഉണ്ട്. 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടി വരും. നോൺ റെസിഡൻ്റ് അല്ല അയാളെ, നമ്മൾ ചെക്ക് ചെയ്തിട്ട് പിന്നെ കണ്ടുപിടിക്കേണ്ടി വരും. സോ 182 ദിവസം ഉണ്ട്, അതുകൊണ്ട് അയാൾ എന്താണ്, റെസിഡൻ്റ് ആയി. ഇനി റെസിഡൻറ്റിൽ ഇയാൾ ഓർഡിനറി ആണോ നോട്ട് ഓർഡിനറി ആണോ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഓർഡിനറി ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് കിട്ടണം, 2 അഡീഷണൽ കണ്ടീഷൻ കൂടി കിട്ടണം. 2 അഡീഷണൽ കണ്ടീഷൻ, അതായത് ഈ 2 അഡീഷണൽ കണ്ടീഷൻ കിട്ടണം. അപ്പോൾ നോക്കാം, നമുക്ക് പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 10 വർഷങ്ങളിൽ 2 വർഷം റെസിഡൻ്റ് ആവുക. അതാണ് അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1. 10 നോക്കുക നമുക്ക് ഒന്ന് ഞാൻ ഇവിടെ നമ്പറൊക്കെ ഇട്ട് സൗകര്യമായിട്ടല്ലോ. അപ്പോൾ ഇതിൽ ഇതാ 200 ഇവിടെ എന്തായാലും റെസിഡൻ്റ് ആയിരുന്നു. 182 ദിവസം ഉണ്ടല്ലോ, ഉറപ്പാണ്. ഇവിടെയും റെസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്താണ്,
1 2 10 വർഷങ്ങൾ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 10 വർഷങ്ങളിൽ 2 വർഷം ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെസിഡന്റ് ആയതുകൊണ്ട് ഇതാ ഒന്നാമത്തെ കിട്ടി. ഈ രണ്ടാമത്തത് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നുള്ള ഒന്ന് ഇത് എടുക്കരുത്, ഇതിനെ മുന്നേ ഒക്കെ എടുക്കുക. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നുള്ള 7 വർഷങ്ങൾ ഇതാ 7 ഈ പീരീഡ്. ഓക്കെ, ഇതിൽ എത്ര ദിവസം വേണം? 730 വേണ്ടത് നമുക്ക്. ഇതുണ്ടല്ലോ 100, 200, 300, 500, 600, 730 ഇവിടുന്ന് അതിലേറുണ്ട് അല്ലേ. സോ നമുക്ക് ആവശ്യമുള്ള ആയതിന് പ്രശ്നമല്ല. സോ ഇയാൾ ഒരു ബേസിക് കണ്ടീഷനും അതോടൊപ്പം എന്താണ് ഒരു ബേസിക് കണ്ടീഷനും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് 2 അഡീഷണൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ എന്താണ് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ക്ലിയർ? വളരെ സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു ഡീറ്റെയിൽസ് മാത്രം പഠിച്ചാൽ മതി. ഇത് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് കേസ് ഒന്ന് നോക്കാം. എന്താ സ്ഥിതി? പ്രീവിയസ് ഇയറിൽ 59 ദിവസം. പിന്നെ എന്തെങ്കിലും ചിന്തിക്കണോ? പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും തികച്ചില്ലാത്ത ആള് ഇതാണ്. 152 ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കിട്ടീനെ, അത് നോക്കണം. പിന്നെ 60 ദിവസം ഉണ്ട് നോക്കും. 60 ദിവസം കൂടി ഇല്ലെങ്കിൽ പിന്നെ അയാളെ പിന്നെ നോക്കേണ്ട ആവശ്യമുള്ള അയാളെ ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും, നോൺ റെസിഡന്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഇനി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഇതാ ഇതിന് മുന്നേ കംപ്ലീറ്റ് ഇയാൾ എന്തുണ്ട് 365 ദിവസം ഇന്ത്യയിലുണ്ട്. പക്ഷെ പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര ഉള്ളൂ? 59 ദിവസം ഉള്ളൂ. അതുകൊണ്ട് വേറെ ഒന്നും നോക്കണ്ട, നോൺ റെസിഡന്റ് ആണ്. ക്ലിയർ? പിന്നെ ബാക്കിയുള്ള ദിവസം എല്ലാം കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, നോൺ റെസിഡന്റ് ആയി മാറി. അയാൾ കഴിച്ചില്ല, അതിന് കുറേ ടാക്സിന് അയാൾ എന്താണ് രക്ഷപ്പെട്ടു. ദെൻ അടുത്ത് നോക്കുക, ഇതേ കണക്ക് തന്നെയാണ് 325 325 ഇതാണ്. ഇവിടെ 59-ന് പകരം ജസ്റ്റ് ഞാനൊരു ദിവസം കൂടി കൂട്ടി 60 ദിവസം. അപ്പം എന്താ സംഭവിക്കണം നോക്കി? പ്രീവിയസ് ഇയറിൽ 152 ദിവസമല്ല. അപ്പോൾ ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ അയാൾക്ക് കിട്ടിയില്ല. പക്ഷെ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കിട്ടാൻ സാധ്യത ഉണ്ട്. എന്താണ്? 60 ദിവസം ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ട്, പ്ലസ് ഇനി 4-ൽ 365 കൂടി കിട്ടുവെക്കാം. ഉറപ്പായിട്ടുണ്ടല്ലോ. ഇവിടെ ഇത് അയാൾ കംപ്ലീറ്റ് ഉണ്ട്. ഇവിടെ 1 2 3 4 ഇതിൽ കിട്ടിയാൽ മതി 365. ഇയാൾക്ക് ഇവിടെ തന്നെ കിട്ടീനി. അപ്പോൾ ഇയാൾ ഈ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ ഇയാൾക്ക് കിട്ടീനി. ഇയാൾക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷനാണ് ഇയാൾക്ക് കിട്ടിയത്. അപ്പോൾ ഒന്ന് കിട്ടിയാൽ ബേസിക് കണ്ടീഷൻ ഒന്ന് കിട്ടിയാൽ രണ്ടും കൂടി കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. ദെൻ അഡീഷണൽ കണ്ടീഷൻ രണ്ടും കിട്ടിയിട്ട് നോക്കണം. അഡീഷണൽ 1 10-ൽ 2 റെസിഡൻ്റാണ്. ഉറപ്പല്ലായിട്ടുണ്ടാവും അല്ലേ? ഒക്കെ 325 ഉണ്ട്. എല്ലാ കൊല്ലം ഇയാൾ റെസിഡൻ്റ് ആണ് ഇതിന് മുന്നേ. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട്. അഡീഷണൽ കണ്ടീഷൻ 1 കിട്ടി. പിന്നെ അതുപോലെ തന്നെ എന്താണ് 7-ൽ 730 ഉണ്ടാവുന്ന ഉറപ്പല്ലേ? 7-ൽ 730. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ 2 കിട്ടി. അപ്പോൾ ഒരു ബേസിക് കണ്ടീഷനും 2 അഡീഷണൽ കണ്ടീഷനും കിട്ടിക്കഴിഞ്ഞാൽ അയാൾ എന്തായി? ഓർഡിനറി റെസിഡൻറ്റ്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയേ, ഒരൊറ്റ ദിവസത്തിൻ്റെ മാറ്റമാണ്. ഇയാൾ നോൺ റെസിഡൻ്റ് ആയി, ഇയാളെന്താണ് ഓർഡിനറി റെസിഡൻ്റ് ആയി. ഇയാൾക്ക് മിക്കവാറും ഇന്ത്യയിൽ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉള്ള ഏൺ ചെയ്ത അല്ലെങ്കിൽ എല്ലാ ഇൻകത്തിനും ഓർഡിനറി റെസിഡൻ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ടാക്സ് അടിക്കേണ്ടി വരും. ഇയാൾക്കാണെങ്കിൽ മിക്കവാറും ഇൻകത്തിൽ നിന്ന് എന്താണ് ടാക്സിന് കഴിച്ചിലാകാനും പറ്റും. അപ്പോൾ ഇതൊക്കെ ഒരു ടാക്സ് പ്ലാനിങ്ങിൻ്റെ ഭാഗം കൂടിയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോൺ റെസിഡൻ്റ് ആയി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ലീഗലിയൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 4ാമത്തെ കേസ് നമുക്ക് നോക്കാം. 4ാമത്തെ കേസ് എന്താണ്? ഇതാ ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. പ്രീവിയസ് ഇയർ നോക്കുക. ആദ്യം പ്രീവിയസ് ഇയർ 60 ദിവസം ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടോ നോക്കണം. ഒന്നും ഏതായാലും ഇല്ല, 152 ഇല്ല. രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ പ്രീവിയസ് ഇയറിൽ 60-ഉം പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നുള്ള 4 കൊല്ലം 2 1 3 2 5 കിട്ടി അല്ലേ? 1 2 3 4 ഇവിടെ 365 എന്നാണ്. ഇവിടെ അതിലും കൂടുതലുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കിട്ടി, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ കിട്ടി. ഇനി അഡീഷണൽ കണ്ടീഷൻ കിട്ടും നോക്കണം. 10-ൽ 2 റെസിഡൻ്റ് ആണ് നോക്കണം. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ നോക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇത് റെസിഡൻ്റ് ആണ്, ഇത് റെസിഡൻ്റ് ആണ്, ഉറപ്പാണല്ലോ. സോ അത് കിട്ടി. ഇനി രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ 7-ൽ 730. 7-ൽ 700 2 1 3 2 5 1 6 1 7. ഓ ഇവിടെ 800 ഉണ്ട്, കിട്ടി. അപ്പോൾ ഇയാൾക്ക് അഡീഷണൽ കണ്ടീഷന് 1 കിട്ടിയിട്ടുണ്ട്, 2 കിട്ടിയിട്ടുണ്ട്. സോ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അതുപോലെ തന്നെ എന്താണ് അഡീഷണൽ കണ്ടീഷൻ 1 2 കിട്ടിയിട്ടുണ്ട്. ഇയാളതാണ് ഓർഡിനറി റെസിഡൻറ്റ്. ദെൻ 5ാമത്തെ കേസ് നോക്കുക.
അഞ്ചാമത്തെ കേസ് പ്രീവിയസ് ഇയറിൽ 100 ദിവസം. രണ്ടാമത്തെ ബേസിക് കണ്ടീഷനിലെ സാധ്യത നോക്കാം. പ്രീവിയസ് ഇയറിൽ 60 ദിവസമുണ്ട്. പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 4 വർഷങ്ങളിൽ 2 1 3 2 5 1 6 365 ദിവസം ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ കിട്ടി. ഓക്കെയാണ്. ദെൻ അഡീഷണൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുക. 10ൽ 2 റെസിഡൻറ്റ് 1 2. അഡീഷണൽ കണ്ടീഷൻ നമ്പർ 1 കിട്ടിയിട്ടുണ്ട്. ദെൻ നമ്പർ 2 കിട്ടുന്നുണ്ട് നോക്കുക. എത്രയാണ്? 7ൽ 730. 2 1 3 2 5 1 6 1 7 7. ഇവിടെയാണ് കേട്ടോ 7ാമത്തെ പൊസിഷൻ വരുന്നത്. പക്ഷേ ഇവിടെ ആകെ 730 കിട്ടില്ല, ഇവിടെ 700 ഉള്ളൂ. സോ രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഇയാൾക്ക് കിട്ടുന്നില്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ കിട്ടുകയാണെങ്കിൽ രണ്ടും കിട്ടണം, എന്നാലേ ഇയാൾ ഇതിലേക്ക് ചാടുള്ളൂ. സോ ഇയാൾക്ക് ഫലത്തിൽ സെക്കൻഡ് ബേസിക് കണ്ടീഷൻ ഉണ്ട്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഒരു ബേസിക് കണ്ടീഷനും ഒരു അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തേ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഇയാളെ സ്റ്റാറ്റസ് എന്താണ്? ഇയാൾ റെസിഡൻ്റ് ആണ്, പക്ഷേ എന്താണ്? ഓർഡിനറി റെസിഡൻ്റ് അല്ല. അപ്പം നമുക്ക് നോട്ട് ഓർഡിനറി എന്നാണ് അവർ വിളിക്കുക. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്. ഇവരെ തന്നെ നമുക്ക് ഇങ്ങനെയും വിളിക്കാം, റെസിഡൻറ്റ് ബട്ട് നോട്ട് ഓർഡിനറി. റെസിഡൻ്റ് ആണ്, പക്ഷേ നോട്ട് ഓർഡിനറി റെസിഡൻ്റ് ആണ്. ഓക്കെ, സെയിം കാര്യങ്ങളാണ് ഞാൻ ഈ കുളത്തിലെത്തിയിരിക്കുന്നത്. ഇതാ 365 ഇതാ, ഒരു മാറ്റില്ല. അപ്പോൾ എന്താണെന്നോ ഈ കണക്ക് ജസ്റ്റ് എനിക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് ഈ വ്യക്തി ഒരു ഇന്ത്യൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഇയാളെ മുത്തച്ഛന്മാരൊക്കെ അൺഡിവൈഡ് ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ, അങ്ങനെയോ അല്ലെങ്കിൽ ഇയാളൊരു ഇന്ത്യൻ ഷിപ്പിലെ എന്താണ് ജോലിക്കാരനാണൊക്കെ, മെമ്പർ ഓഫ് ദി ക്രൂ ഓഫ് ആൻ ഇന്ത്യൻ ഷിപ്പ്. അതല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു സാധ്യത, ഇയാൾ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് പുറത്തേക്ക് പോവാണ്. ഹി ലീവ്സ് ഇന്ത്യ ഫോർ ദി പർപ്പസ് ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഇങ്ങനെ 3 സാഹചര്യത്തിൽ വരുന്ന ആരെങ്കിലും ആണെങ്കിൽ ഇതേ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണ്? അയാൾ പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഇന്ത്യയിലുണ്ട്. ഇനി നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്, പ്രീവിയസ് ഇയറിന് തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസം ഇന്ത്യയിലുണ്ടെങ്കിൽ ഇയാൾ റെസിഡൻ്റ് ആകും എന്നാണ് നമ്മൾ ഈ കണക്കിൽ പറഞ്ഞത്. പക്ഷെ അത് ഇവിടെ ബാധകമല്ല. കാരണം ഇയാൾക്ക് സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പാടില്ല. നോട്ട് അപ്ലൈ. ഇയാൾക്ക് എന്ത് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇയാൾക്ക് ഒന്നാമത്തെ ബേസിക് കണ്ടീഷൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ 3 പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ, 1 2 3, ഈ കേസിൽ ഏതെങ്കിലും ആണെങ്കിൽ ഇയാൾ എന്തായി? ഇയാൾക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമേ അപ്ലൈ ചെയ്യുള്ളൂ, സെക്കൻഡ് ബേസിക് കണ്ടീഷൻ അപ്ലൈ ചെയ്യൂല. അപ്പോൾ ആ സാഹചര്യം കൊണ്ട് തന്നെ ഇയാൾ എന്തായി? ഇയാൾക്ക് ബേസിക് കണ്ടീഷൻ കിട്ടിയില്ല, ഒരു ബേസിക് കണ്ടീഷൻ ഇല്ല, നോൺ റെസിഡൻ്റ് ആയി. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ചെറിയൊരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ട് അല്ലേ? അപ്പോൾ ഇതാണ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻസ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ 3 വ്യക്തികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ 3 സാഹചര്യങ്ങൾ ഇതേ കണക്ക് തന്നെ ഈ വ്യക്തി ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ഒരു ഇന്ത്യൻ ഷിപ്പിലെ ജോലിക്കാരനോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന വിദേശത്തേക്ക് പോകുന്ന ഒരു വ്യക്തിയോ, അതല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ഒറിജിനാണോ ഇവിടേക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു, അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്താണ്? അയാൾക്ക് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ മാത്രമാണ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇയാൾക്ക് എന്താണ്? 182 ദിവസം ഇന്ത്യയിൽ ഇല്ല. അതുകൊണ്ട് ഇയാൾ നോൺ റെസിഡൻ്റ് ആണ്. മറ്റൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അയാൾ പിന്നെ അതിൻ്റെ മുന്നേയൊക്കെ കംപ്ലീറ്റ് ഇന്ത്യയിലാണെങ്കിലും പ്രശ്നമല്ല. ഓക്കെ, അയാൾ നോൺ റെസിഡൻ്റ് ആയി. സോ ഇതാണ് നമ്മുടെ ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻസ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഭവം. ഒന്ന് എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊന്നിങ്ങനെ ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ നല്ല കള്ളിയൊക്കെ വരച്ചിട്ടേ സുഡോക്കെ കളിക്കുന്ന പോലെ അങ്ങനെ കളിച്ചോളി. ഏതായാലും സമയം ഫ്രീ ആയിട്ടിരിക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വർക്കാണ്. നമ്മളെ ടാക്സ് പഠിക്കലാവും, ഒരു ഗെയിമാവും. ഓക്കെ,
നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്ത് പഠിച്ചത്. ഫസ്റ്റ് ടൈം ഇങ്ങനെ തലയ്ക്ക് കയറാൻ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ പിന്നീട് നമ്മൾ ഇതിനൊരു രസകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് പറഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എന്താണ് വീഡിയോയിലൊക്കെ പിന്നീട് മാറ്റങ്ങളൊക്കെ പരമാവധി നമുക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഓക്കെ.